ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും വീണ്ടും ഒരു സൺഡേ ഒരുമിച്ച് കൂടുവാനും ആരാധിപ്പാനും ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം അർപ്പിക്കാം. പ്രത്യേകമായിട്ട് ഇന്ന് തിരുവചന ധ്യാനത്തിനായിട്ട് നാം ഒരുങ്ങിയാണല്ലോ. ഇന്നത്തെ ഏവൻഗേലിയോൻ ഭാഗമായിട്ട് ഞാൻ വായിച്ച വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സസ് കമൻസിങ് ഫ്രം 39 ത്രൂ 45. ഇന്ന് പ്രത്യേക വിഷയം നമ്മുടെ സഭയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് എലിസബത്ത് കന്യക മറിയ സംഗമം, പ്രത്യാശയുടെ ആഘോഷം, അപമാനത്തിൽ നിന്നും ബഹുമാനത്തിലേക്ക് എന്നുള്ള ഒരു ചിന്താവിഷയമാണ്. മീറ്റിംഗ് ഓഫ് വെർജിൻ മേരി ആൻഡ് എലിസബത്ത്, സെലിബ്രേഷൻ ഓഫ് ഹോപ്പ് ഫ്രം ഡിസോണർ ടു ഓണർ. ഈ പ്രത്യേക വിഷയത്തെ ആധാരമാക്കിയാണ് അല്പനേരം ധ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങളുടെ നടുവിൽ ദുഃഖിച്ചിരിക്കുമ്പോൾ അല്ലെ നിന്ദിതരായി തീരുമ്പോൾ, ചില വേദനകളുടെ നടുവിൽ കരയേറാൻ സാധിക്കാതെ ഭാരപ്പെടുമ്പോൾ, നമുക്ക് ആശ്രയമായി സഹായമായി ഒരാളെങ്കിലും നമ്മുടെ കൂടെ ഉള്ളത് ഒരു വലിയ ബലമാണ്. ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല സുഹൃത്ത്, ഒരു നല്ല സഹായി കുടുംബത്തിലോ സമൂഹത്തിലോ നമ്മുടെ കൂട്ടായ്മ ബന്ധങ്ങളിലോ ഒക്കെ ഉള്ളത് വളരെ നല്ലതാണ്. അപ്രകാരം കന്യക മറിയയ്ക്ക് ഒരു ഉത്തമ കൂട്ടുകാരിയായിരുന്നു. പ്രായത്തിൽ ഒത്തിരി വ്യത്യാസമുണ്ടെങ്കിലും അവരുടെ ജീവിത സാഹചര്യങ്ങൾ രണ്ടായിരുന്നെങ്കിലും, ഒരാൾ സാധാരണ ഒരു സ്ത്രീ, മറ്റേയാൾ ഒരു പുരോഹിതൻ്റെ ഭാര്യ. ഒരു പ്രായത്തിൽ അന്തരമുണ്ട്, ജീവിത സാഹചര്യങ്ങളിൽ അന്തരമുണ്ട്. there were so many differences that we can see in their life. പക്ഷേ അവരുടെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മറിയയ്ക്ക് ഏറ്റവും അനുയോജ്യയായ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ എലിസബത്തിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ കന്യകയായിട്ടുള്ള അവൾ ഗർഭവതിയാകാൻ പോകുന്നു, വലിയൊരു മിഷന് വേണ്ടി അവൾ ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഗബ്രിയേൽ ദൂതനിലൂടെ അരുളപ്പാട് ലഭിക്കുമ്പോൾ ഒരുപാട് ആശങ്കകളും ഒരുപാട് പേടിയും ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളുമൊക്കെ മനസ്സിലിട്ടുകൊണ്ടാണ് കന്യക മറിയം ആശ്വാസത്തിനായി തൻ്റെ പ്രിയപ്പെട്ട ചർച്ചക്കാരത്തി എലിസബത്തിൻ്റെ അടുക്കലേക്ക് എത്തുന്നത്. അപ്പോൾ ആ വേദനയുടെയും ആകുലതകളുടെയും ഭീതിയുടെയും നടുവിൽ മറിയയ്ക്ക് ഏറ്റവും അനുയോജ്യയായ ഒരു കൂട്ടുകാരിയാണ്, ഒരു സ്നേഹിതയാണ് താനെന്ന് വിളിച്ചറിയിക്കുന്നതായിരുന്നു എലിസബത്തിൻ്റെ പ്രവർത്തനം, എലിസബത്തിൻ്റെ ഒരു റെസ്പോൺസ്, മനോഭാവം, ആറ്റിറ്റ്യൂഡ്. അവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് അവർ ആൾട്ടിറ്റ്യൂഡ് എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് നല്ല മനോഭാവമുള്ളവരായി നാം ഒരിടങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഞാൻ അവൈലബിളാണ്, മറ്റുള്ളവർക്ക് ഞാൻ സഹായിയാണ്, ആർക്കും എന്നോട് എന്ത് വേണമെങ്കിലും തുറന്നു പറയാം. അങ്ങനെ എല്ലാവർക്കും എല്ലാവരോട് ഷെയർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിൽ അടിച്ചിറക്കുന്നത് പോലെ അടിച്ചിറക്കാതെ നാം മനസ്സിൽ സൂക്ഷിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? അതോ നാം ഇങ്ങനെ ബുദ്ധിമുട്ടുമായിട്ട് വരുന്നവരെ നാം നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമോ എന്ന് ശാന്തമായിട്ട് ഒന്ന് ചിന്തിക്കണം. ജീവിത അനുഭവങ്ങളുടെ നടുവിൽ എങ്ങനെ ഒരു നല്ല സ്നേഹിതയായി, എങ്ങനെ ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ എലിസബത്തും മറിയയും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന മനോഹരമായ ഒരു സെൻറ്റൻസ് ഉണ്ട്. 2 Corinthians chapter 1 verse 4. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിൽ ഒക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൽ എല്ലാവരും എല്ലാം തികഞ്ഞവരില്ല. പ്രയാസങ്ങളില്ലാത്ത ഏതെങ്കിലും മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമോ? ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള
പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ട്. ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം. ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് എല്ലാം തികഞ്ഞിട്ട് നമുക്ക് ആരെയും കേൾക്കാൻ സാധ്യമല്ല. എല്ലാം ഉണ്ടായിട്ട് നമുക്ക് ആരെയും സഹായിപ്പാനായിട്ട് സാധ്യമല്ല. ഞാൻ എല്ലാത്തിലും സമ്പൂർണ്ണനായിട്ട് നമുക്ക് ആരെയും ബലപ്പെടുത്താനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നതാണ്, ഞങ്ങൾ കഷ്ടത്തിലിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കഷ്ടമുണ്ട്, ഇറ്റ്സ് എ റിയാലിറ്റി. ബട്ട് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ട്രയൽസ് വി ലേൺഡ് ഹൗ ടു ബി എ കംഫർട്ട് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് എങ്ങനെ ഒരാശ്വാസമായി തീരാമെന്നാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. കൺഫ്യൂഷ്യസ് പറഞ്ഞിട്ടുള്ള മനോഹരമായ ഒരു സെൻറ്റൻസ് ഉണ്ട്, there are two sadder hearts than you, go and comfort them and that will comfort you. നിങ്ങളെക്കാട്ടിലും, നിങ്ങൾക്ക് ദുഃഖമില്ലെന്നല്ല, നിങ്ങളെക്കാളും ദുഃഖം അനുഭവിക്കുന്ന മറ്റുള്ളവരുണ്ട്. അവരുടെ അടുക്കൽ പോയി ഒരു നല്ല വാക്ക് പറയുക, അവരെ ആശ്വസിപ്പിക്കുക, അതിൽ കൂടെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിമിതികൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ ഒരു കന്യക മറിയയാകാൻ, ഒരു എലിസബത്ത് ആകാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. നമ്മുടെ കുടുംബാംഗങ്ങളിൽ എത്ര പേര് നമ്മളോട് അവരുടെ വേദനകൾ തുറന്നു പറയും? നാം എത്ര പേര് അവരെ ശ്രദ്ധ വെച്ച് കേൾക്കും? നമ്മുടെ ഇടവചനങ്ങളിൽ എത്ര പേര് അവരുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നമ്മളോട് തുറന്നു പറയും? എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല ഫ്രണ്ടാണ് അവരോട് പറഞ്ഞാൽ എൻ്റെ വിഷമങ്ങൾ, എൻ്റെ പർവ്വത സമാനമായ വിഷമങ്ങളൊക്കെ ഒരു താഴ്വാരം പോലെ അങ്ങ് നിരന്നു പോകും, അല്ലെങ്കിൽ ഒരു മഞ്ഞ് എങ്ങനെ അലിഞ്ഞു പോകുന്നോ അതുപോലെ അലിഞ്ഞു പോകും എന്ന ബോധ്യത്തോടു കൂടി എത്ര പേര് നമ്മളോട് അവരുടെ ദുഃഖങ്ങളൊക്കെ ഷെയർ ചെയ്യും? നമ്മൾ അവർക്ക് അവൈലബിൾ ആണോ എന്ന് ശാന്തമായിട്ട് ഈ ധ്യാനത്തിൽ പങ്കുചേരുമ്പോൾ നാം എല്ലാവരും ചോദിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ഇവരുടെ ഈ സന്ദർശനത്തെക്കുറിച്ച് ഒരു 5 വാക്കുകൾ ഞാൻ അധികം നേരം പറയുന്നില്ല. ഇന്ന് നമുക്ക് ഇത്രയും പേര് നിങ്ങൾ വന്നല്ലോ, അതിൽ വളരെ സന്തോഷം. അതുകൊണ്ട് ഇന്നത്തെ ഒരു ധ്യാനത്തിന് വേണ്ടി ഞാൻ ഇവരുടെ ഈ വിസിറ്റേഷനിൽ നമുക്ക് കാണുന്ന പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമതായി, ഇറ്റ് വാസ് ആൻ എംപവറിങ് വിസിറ്റേഷൻ. അത് പരസ്പരം ശക്തീകരിക്കുന്ന ഒരു സന്ദർശനമായിരുന്നു. മേരീസ് അറൈവൽ എംപവേഴ്സ് എലിസബത്ത് ആൻഡ് ഷീ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ആൻഡ് ഷീ സ്പോക്ക് പ്രൊഫറ്റിക്കലി ആൻഡ് ഷീ റിസീവ്ഡ് സ്ട്രെങ്ത് ഇൻ ഹെയർ ഓൾഡ് ഏജ്. കണ്ടോ, പ്രായത്തിലൊക്കെ ഒത്തിരി അന്തരമുണ്ട്. പക്ഷേ ഒളിച്ചു പാർത്തിരുന്ന എലിസബത്ത്, ഒളിച്ചു പാർക്കാനുള്ള കാരണം എന്നാണ്? വാർദ്ധക്യത്തിൽ ഗർഭവതിയായി. നാട്ടുകാരെല്ലാവരും എന്നെ കളിയാക്കും. ഈ അവസാനം നമുക്ക് ആ വേദഭാഗത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അറിയാം, മനുഷ്യരുടെ ഇടയിലുണ്ടായിരുന്ന എൻ്റെ നിന്ന അവൻ മാറ്റി, അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എത്രമാത്രം നിന്ദിക്കപ്പെട്ടവളായിരുന്നു അവൾ. ആരാധനയെടുക്കുന്ന ഒരു പുരോഹിതൻ, ദീർഘനാളുകളായി പ്രാർത്ഥിക്കുന്ന കുടുംബം, പ്രവാചക പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നവർ, പക്ഷേ തീവ്രമായ ദുഃഖത്തിനടിമപ്പെട്ട് മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കാനാവാതെ നിന്ദിതയായി ജീവിച്ച എലിസബത്തിന് ഇപ്പോൾ ഗർഭവതിയായപ്പോഴോ അത് വാർദ്ധക്യത്തിൽ മറ്റുള്ളവരെ കളിയാക്കും, പരിഹസിക്കും. മറ്റുള്ളവരുടെ മുൻപിൽ പോകാനായിട്ട് സാധ്യമല്ല. ഒളിച്ചു പാർത്തിരുന്നവൾക്ക് ശക്തിയായി, ശക്തീകരണമായി, ആശ്വാസമായി മറിയ അവളെ അവിടെ അടുക്കലേക്ക് പോകുന്നതും അവളോട് സംസാരിക്കുന്നതുമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മറിയ സംസാരിച്ച് കഴിയുമ്പോൾ എലിസബത്തിൻ്റെ ആ നിന്നയെല്ലാം മാറുക. അവൾക്കുണ്ടായിരുന്ന ആ ജാള്യതയും ആ പ്രയാസങ്ങളും ആകുലതയൊക്കെ മാറി ഒരു കോൺഫിഡൻസ്, ഒരാത്മവിശ്വാസം എലിസബത്തിന് വരുന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അവൾ ഹോളി സ്പിരിറ്റിനാൽ നിറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർ ഹോളി സ്പിരിറ്റിനാൽ നിറയപ്പെടുന്നുണ്ടോ? ഒന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. എൻ്റെ സംസാരം കഴിയുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസം ലഭിക്കുന്നുണ്ടോ? അവരുടെ പിടിച്ചു വെച്ച സങ്കടങ്ങളെല്ലാം, അയ്യോ ഞാനൊന്ന് ഷെയർ ചെയ്തപ്പോൾ എൻ്റെ വേദനകളെല്ലാം മാറി എന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും തോന്നാറുണ്ടോ? ഇവിടെ മേരി ഈ എലിസബത്തിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഷീ സ്പോക്ക് പ്രൊഫറ്റിക്കലി. ഒരു പ്രവാചകയെ പോലെ എലിസബത്ത് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒരു പ്രവാചകയെ പോലെ എലിസബത്ത് സംസാരിക്കുകയാണ്.
നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പ്രവചിക്കുന്ന പ്രവാചികയായി എലിസബത്ത് മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ഷീ റിസീവ്ഡ് സ്ട്രെങ്ത് ഇൻ ഹെയർ ഓൾഡ് ഏജ്. സോ ഇറ്റ് വാസ് ആൻ എംപവറിങ് വിസിറ്റേഷൻ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ എനിക്ക് മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുന്ന ഒരു ജീവിതാനുഭവം എൻ്റെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും തരണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. 2, ഇറ്റ് വാസ് ആൻ എൻകറേജിങ് വിസിറ്റേഷൻ. ഇറ്റ് വാസ് ആൻ എൻകറേജിങ് വിസിറ്റേഷൻ. മേരീസ് greetings brings encouragement to Elizabeth. Elizabeth's words of blessing encourage Mary. And mutually they experienced encouragement. One person gave encouragement to another person, and another person, those who listened that encouragement, they returned it. അതാണ് നമ്മളവിടെ കാണുന്നത്. മേരി എന്ന് എലിസബത്തിനെ എൻകറേജ് ചെയ്ത് വാക്കുകൾ പറയുമ്പോൾ ആ ഒരു എൻകറേജ്മെൻറ്റ് എലിസബത്തിന് ലഭിക്കുകയാണ്. അതുപോലെ എലിസബത്ത് എന്ത് ചെയ്യുന്നു? മേരിയെ എൻകറേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഭാഗ്യവതിയായ ഒരുത്തിയെ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ കർത്താവിൻ്റെ മാതാവാണ് നീ, എൻ്റെ അടുക്കലേക്ക് വരാൻ എനിക്കെവിടുന്നാണ് യോഗ്യത? സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടത്, നിൻ്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്നേക്കാൾ നീയാണ് ശ്രേഷ്ഠ, എൻ്റെ മോനേക്കാൾ നിൻ്റെ മോനാണ് വലുത്. എൻകറേജ്മെൻറ്റ്. പ്രിയപ്പെട്ടവരെ, നല്ല നല്ല എൻകറേജ്മെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആരായിത്തീരുമെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആരായിത്തീരുമെന്നറിയാമോ? നല്ല വാക്കുകൾ പറഞ്ഞാൽ മതി, അല്ലേ? നമ്മളെ കുത്തി നോവിച്ചവരുടെ വാക്കുകളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. മനുഷ്യരുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ്, അവർ നന്മ ചെയ്താൽ അവർ മണലിലേ എഴുതത്തുള്ളൂ, തിന്മ ചെയ്താൽ അവർ കല്ലിന്മേൽ കൊത്തി വയ്ക്കും, അല്ലേ? എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ എവിടെ കൊത്തി വെക്കും? ഒന്നും പറയുന്നില്ല ആരും. കല്ലിന്മേൽ കൊത്തി വയ്ക്കും. അതേസമയം നന്മയുണ്ടെങ്കിൽ അത് മണലിൻ്റെ പുറത്ത് എഴുതി വെക്കും. ഒരു കാറ്റടിക്കുമ്പോൾ എഴുതിയതുമില്ല, ഒന്നുമില്ല, എല്ലാം മറന്നുപോയി. നന്മകൾ എത്രയോ ചെയ്തു, എല്ലാം മറന്നുപോയി. തിന്മയുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തിവെച്ചു, അവളെന്നോട് അത് പറഞ്ഞു, അവൻ എന്നോട് ഇത് പറഞ്ഞു എന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങ് വെച്ചേക്കും. എന്നാൽ ആ വ്യക്തി എത്രയോ നന്മ പറഞ്ഞു കാണും, അതെല്ലാം മറന്നുപോയി. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല എൻകറേജ്മെൻറ്റ്. സദൃശവാക്യത്തിൽ പറയുന്ന പോലെ, തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ. അങ്ങനൊരു വാക്യം കേട്ടിട്ടുണ്ടോ? തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. നാരങ്ങ എന്നൊന്നും പറഞ്ഞാൽ പറ്റും, പൊന്നാരങ്ങ എന്നാണ് പറയുന്നത്. നല്ല വാക്ക്, മനസ്സിലായി? പണ്ട് ഞാൻ VBSE പഠിച്ചിട്ടുള്ള ഒരു പാട്ട് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല നല്ല വാക്കുകളെ നാവിൽ നിന്ന് വന്നിടാവൂ, നന്നന്ന നാനാന, ചീത്തത്തരം പൊട്ടച്ചൊല്ല് പെട്ടെന്നൊന്നും ചൊല്ലിയിടല്ലേ, നന്നന്ന നാനാന, ഇങ്ങനെ VBSE പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻകറേജ്മെൻറ്റ് വേർഡ്സ് അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. Their visitation becomes a sacred exchange of an encouragement. So it replaces their fear with hope. പേടിയോടുകൂടാണ് ചെന്നത്, പക്ഷേ ഈ വാക്കുകൾ അങ്ങോട്ട് അടിച്ചപ്പോൾ മഞ്ഞിൻ്റെ പുറത്ത് സൂര്യപ്രകാശം അടിക്കുന്നത് പോലെ ആ ഭീതികളെല്ലാം അങ്ങ് മാറിപ്പോയി, ദുഃഖം മാറിപ്പോയി. അവിടെ പ്രൊഫറ്റായിട്ട് മാറി. അവർ രണ്ടുപേരും വളരെ പവറോടുകൂടിയാണ് അങ്ങോട്ട് പോയത്. റീചാർജ് സ്റ്റേഷനിലൊക്കെ റീചാർജ് ചെയ്യപ്പെട്ട ബാറ്ററിയെ പോലെ എനർജിയോടുകൂടിയാണ് എന്ത് ചെയ്തത്? അവർ തിരിച്ച് പോകുന്നത്. 3, എലിവേറ്റിംഗ് വിസിറ്റേഷൻ. ഇറ്റ് വാസ് ആൻ എലിവേറ്റിംഗ് വിസിറ്റേഷൻ. ഇവർ രണ്ടുപേരും ഉയർത്തപ്പെട്ട ഒരു വിസിറ്റേഷനായിരുന്നു, അല്ലേ? ദ മൊമെന്റ് ദേ മീറ്റ്, ഗോഡ് ലിഫ്റ്റഡ് ദം ടു ഓണർ. പരിഹാസികളാണ്. ഒരുത്തി കന്യകയായിട്ടുള്ളപ്പോൾ എന്ത് പറയും? ഒരുത്തൻ രാജകുടുംബത്തിലുള്ള ഒരുത്തനുമായിട്ട് വിവാഹം നിശ്ചയിക്കപ്പെട്ട ഒരുത്തി ഗർഭവതിയാണെന്ന് പറഞ്ഞാൽ നാടും നാട്ടാരും എന്തെല്ലാം പറഞ്ഞു നടക്കുമെന്നുള്ള ഭീതിയുടെയും ദുഃഖത്തിൻ്റെയും നടുവിൽ നിന്നതയാവുമെന്ന് ഭീതിയോടുകൂടെ ഇരുന്നവൾ ഒരാൾ, വാർദ്ധക്യത്തിൽ ഗർഭവതിയായി ഒളിച്ചു പാർത്തിരുന്ന മറ്റൊരാൾ. ഇവർ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. എന്നാൽ അവരുടെ കൂട്ടായ്മ, അവരുടെ കണ്ടുമുട്ടൽ, അവരുടെ രണ്ടുപേരുടെയും വ്യക്തിത്വങ്ങൾ ഉയർത്തപ്പെടുന്നതിനായിട്ടിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിസിറ്റേഷൻസൊക്കെ എലിവേറ്റിംഗ് വിസിറ്റേഷനാണോ? അടിച്ചു താഴ്ത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? താഴ്ത്തിക്കെട്ടി സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ?
മറ്റുള്ളവനെ മറ്റുള്ള വ്യക്തിയായിട്ട്, ആ ഒരു വ്യക്തിത്വം ആയിട്ട് അംഗീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈച്ച് പേഴ്സൺ ഈസ് യുണീക്ക്. So we should see the radiance of glory on the face of others. ജനിച്ച കുഞ്ഞിൻ്റെ മുഖത്ത് അവൻ സൗന്ദര്യമുള്ളവനെന്ന് കാണാൻ കഴിഞ്ഞതാണ് മോശയുടെ അമ്മയും അപ്പനുമൊക്കെ അവനെ നശിപ്പിച്ച് കളയാതെ അവനെ രക്ഷിക്കാൻ ഞാങ്ങണപ്പെട്ടകം പണിത് നൈലിൻ്റെ ഉള്ളിലേക്ക് അവനെ വിടുകയും സഹോദരി അവിടെ കാവൽ നിൽക്കുകയും ചെയ്തത്. മറ്റുള്ളവരുടെ മുഖത്ത് ചൈതന്യം കാണാനായിട്ട് സാധിച്ചാൽ നമ്മൾ അവരെ ഒരിക്കലും താഴ്ത്തുകയില്ല, അവരെ ഉയർത്താനായിട്ട് നമ്മൾ ശ്രമിക്കും. ഇങ്ങനെ ഇവർ പരസ്പരം ഉയർത്തിയപ്പോൾ ദൈവം അവരെ ഉയർത്തി. താണ നിലത്തെ നീരോടു ദൈവം അവിടെ തുണ ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ദീനസ്ഥിതിയിലുള്ളവരാണ്. പരിഹസിക്കാനാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ അവർ രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോൾ അവരൊരാളിനെ താഴ്ത്തിക്കെട്ടാതെ മറ്റൊരാളിനെ ഉയർത്തിയപ്പോൾ ദൈവം അവരെ ഉയർത്തി. ഇന്ന് നമ്മൾ ആരാധനയ്ക്ക് നമ്മൾ പാടി കന്യാമറിയാമിൻ്റെ പാട്ട് അല്ലേ? അങ്ങനെ കന്യാമറിയാമിനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വമാക്കി ദൈവം മാറ്റി. എലിസബത്തിനെ കർത്താവിൻ്റെ വഴി ഒരുക്കുന്ന ഒരു പ്രവാചകന് ജന്മം കൊടുക്കുവാൻ ദൈവം ഒരുക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ അവരായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിപ്പാനും, മദർ തെരേസ കേവലം വളരെ തുച്ഛമായ ഒരു പണം കൊണ്ടാണ് അവർ കൽക്കട്ടയുടെ തെരുവീതിയിൽ വന്നിറങ്ങിയത്. അവർ പറഞ്ഞ ഒരു മനോഹരമായ സെൻറ്റൻസ് ഉണ്ട്: ഈ തെരുവീതികളിൽ മരണാസന്നരായി കിടക്കുന്ന അനാഥ സഹോദരങ്ങളിൽ യേശുവിൻ്റെ മുഖം ഞാൻ കാണുന്നു. ഈ തെരുവീതികളിൽ മരണാസന്നരായി കിടക്കുന്ന അനാഥ സഹോദരങ്ങളിൽ യേശുവിൻ്റെ മുഖം, മറ്റുള്ളവരുടെ മുഖത്ത് യേശുവിൻ്റെ മുഖം കാണാനായിട്ട് സാധിക്കുക. നമ്മളെ എല്ലാവർക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാകാനായിട്ട് സാധ്യമല്ല. ഈച്ച് പേഴ്സൺ ഈസ് യുണീക്ക്. They have their own identity. They have their own personality. They have their own problems. It may be big or small. That is not a big matter. But we should recognize them. We should admire them, who they are. അവരാരാണോ ആ രീതിയിൽ അവരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇടയിലുള്ള വ്യക്തിത്വങ്ങൾ ഏറ്റവും അധികം ഉയർത്തപ്പെടും. എലിസബത്ത് ബാരൻനെസ് ഈസ് ടേൺഡ് ഇൻടു ബ്ലസ്സഡ് മദർഹുഡ്. Mary is called as blessed among women, and their visitation become a divine act of elevation from dishonor to honor. Praise the Lord. Hallelujah. അപമാനത്തിൽ നിന്ന് ബഹുമാനത്തിലേക്ക്, അപമാനത്തിൽ നിന്ന് ബഹുമാനത്തിലേക്ക്, മോർണിംഗ് ടു ഡാൻസിങ്, ദുഃഖത്തിൽ നിന്ന് നടനത്തിലേക്ക്, ആനന്ദ നടനത്തിലേക്ക് അല്ലേ അവരുടെ ജീവിതം മാറി. 4, it was an enlightening visitation. So it was an enlightening visit. 2 പേർക്കും വെളിവ് ലഭിച്ച വിസിറ്റേഷൻ ആയിരുന്നു അത് അല്ലേ? 2 പേരും ഇരുട്ട് നിറഞ്ഞ ജീവിത അനുഭവങ്ങളിലൂടെയാണ് കണ്ടുമുട്ടിയത്. പക്ഷേ 2 പേർക്കും വെളിച്ചം ലഭിച്ചു. 2 പേരുടെ ഉള്ളിൽ ഒരു ഉൾവെളിച്ചം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിൽ നമുക്ക് ചില സമയത്തൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മുടെ കാലും കയ്യും ആടുന്നില്ലെന്നൊക്കെ ചിലർ പറയും. ചില ദുഃഖങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ, അയ്യോ എനിക്ക് കാലും കയ്യും ആടുന്നില്ല, ഞാൻ എങ്ങനെ ഈ അനുഭവങ്ങളുടെ നടുവിൽ മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് ഇരുട്ട് നിറഞ്ഞ ഒരനുഭവത്തിൽ നടുവിൽ, മരവിപ്പ് ബാധിച്ച ഒരനുഭവത്തിൻ്റെ നടുവിൽ പലപ്പോഴും നാം ആകാറുണ്ട്. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെ അവർ കടന്നു പോകുമ്പോഴും അവരുടെ ഉള്ളം പ്രകാശമാനമായി തീരാൻ കാരണം പ്രിയപ്പെട്ടവരെ അവരുടെ കൂടിക്കാഴ്ചയാണ്. At the sound of Mary's voice, Elizabeth receives spiritual insight. എലിസബത്ത് എന്ത് ചെയ്യുന്നു? ഈ മേരിയുടെ ശബ്ദം കേട്ടപ്പോൾ എലിസബത്തിന് ഒരു സന്തോഷമുണ്ടാകുകയാണ്. ഒരു സന്തോഷമുണ്ടാകുന്ന ഒരു അനുഭവം. ഞാൻ കേട്ട ഈ സന്തോഷത്തിൻ്റെ തെളിവാണ് അവളുടെ ഉള്ളിൽ കിടന്ന ശിശു എന്ത് ചെയ്തു? തുള്ളി. അതെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ സന്തോഷമെന്ന് പറയുന്നത് പുറമേ ഉള്ള ചിരിയല്ല. സന്തോഷമെന്ന് പറയുന്നത്, ഒരാളുടെ പേര് സന്തോഷം നിട്ടെന്ന് കരുതി സന്തോഷമൊന്നും ഉണ്ടാകത്തില്ല. സന്തോഷമെന്ന് പറയുന്നത് സമ്പത്തല്ല. സന്തോഷമെന്ന് പറയുന്നത് ഒരാളുടെ ചിരിയല്ല, ഒരാൾ കാണിക്കുന്ന ആഹ്ലാദ പ്രകടനമല്ല. പുറമേ ഒരു പക്ഷേ ചിരിക്കുമ്പോഴും ഉള്ളിൽ നെരിപ്പോട് പോലുള്ള ജീവിതാനുഭവങ്ങൾ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ ഇങ്ങനെ ആകേണ്ടത് കൊണ്ട് ഞാൻ ഇങ്ങനെ ആയി എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്.
പക്ഷേ ഈ എലിസബത്തിൻ്റെ ഉള്ളിലും അതുപോലുള്ള ഒരു അനുഭവം ആയിരുന്നിരിക്കാം. പക്ഷേ മറിയയുമായിട്ടുള്ള കണ്ടുമുട്ടലിൽ അവളുടെ ഉള്ളം എൻലൈറ്റൻഡ് ആകുകയാണ്. യഥാർത്ഥ സന്തോഷം അവൾ അനുഭവിച്ചു. അതിന് തെളിവാണ് കാണപ്പെടാത്ത സന്തോഷം അവൾ അനുഭവിച്ചു. അതിന് തെളിവാണ് അവളുടെ ഉള്ളിൽ കിടന്ന ശിശു തുള്ളിയത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് കണ്ണിന് കാണാൻ ചിലപ്പോൾ സാധിക്കത്തില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു തുടിപ്പായിരിക്കും ചിലപ്പോൾ യഥാർത്ഥത്തിലുള്ള സന്തോഷം. നമ്മുടെ മനസ്സിൻ്റെ തെളിമയായിരിക്കും യഥാർത്ഥത്തിലുള്ള സന്തോഷം. നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനമായിരിക്കും യഥാർത്ഥത്തിലുള്ള സന്തോഷം. The real content in our life that sometimes we cannot express it, but we are experiencing that content in our life. അല്ലേ? ഇവിടെ മേരിയുടെ ഒരു വാക്ക് അവളുടെ ഉള്ളിൽ യഥാർത്ഥ സന്തോഷം ഉണ്ടാകുന്നതിനായിട്ട് കാരണമായി. നമ്മുടെ മാർത്തോമാ സഭയുടെ എംബ്ലത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലൈറ്റഡ് ടു lighten. We are enlightened community to lighten others. The responsibility of us. What is our responsibility? To lighten others through our words, through our life situations. Are you ready to enlighten the hearts of other people? അതാണ് നമ്മളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ at the sound of Mary's voice, Elizabeth receives spiritual insight. How is it that the mother of Lord comes to me? എങ്ങനെ സാധിച്ചു ഈ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരാനായിട്ട്? അല്ലേ? Their visitations becomes a revelation. God enlightened their hearts and minds to recognize the presence and purpose. അവരെക്കുറിച്ച് എന്താണോ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ അവരുടെ ആ കണ്ടുമുട്ടൽ ഇടയാക്കി. ഇന്നും ജീവിതത്തിൻ്റെ പർപ്പസിനെ കുറിച്ച് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? എൻ്റെ ദൈവമേ, എന്നെ എന്തിനാണ് ഈ കുടുംബത്തിൽ അയച്ചത്? എന്നെ എന്തിനാണ് ഈ ഇടവകയിൽ? എന്നെ എന്തിനാണ് ഈ അമേരിക്കയുടെ പ്രദേശത്ത്? എന്നെ എന്തിനാണ് ഈ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നട്ടത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്? അത് മനസ്സിലാക്കണമെങ്കിൽ എൻലൈറ്റൻമെൻറ്റ് വേണം. ആ എൻലൈറ്റൻമെൻറ്റ് ലഭിക്കുന്നത് നമ്മുടെ ഒരു സഹവർത്തിത്വത്തിലും നമ്മുടെ ദൈവവചന ധ്യാനത്തിലും നമ്മുടെ പ്രാർത്ഥനയിലും കൂടെയൊക്കെയാണ്. ഇവിടെ എലിസബത്തിന് ആ എൻലൈറ്റൻമെൻറ്റ് ലഭിക്കുന്നു, മേരിക്ക് ആ എൻലൈറ്റൻമെൻറ്റ് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇറ്റ് വാസ് ആൻ എംബറൈസിങ് വിസിറ്റേഷൻ. ഇറ്റ് വാസ് ആൻ എംബറൈസിങ് വിസിറ്റേഷൻ. സോ ദെയർ മീറ്റിംഗ് ഫിൽഡ് വിത്ത് അക്സെപ്റ്റൻസ് ആൻഡ് വാംത് ആൻഡ് ഡിവൈൻ ഫേവർ. Two women who carried social shame are embraced by God, by each other and by each other. ദൈവത്താലും അവർ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു, അവർ തമ്മിലും എന്ത് ചെയ്തു? റെക്കഗ്നൈസ് ചെയ്തു. ദൈവത്താൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. അതൊരു പക്ഷേ കണ്ണിന് കാണാൻ സാധിക്കത്തില്ല, പക്ഷെ മനുഷ്യരാൽ അവർ അംഗീകരിക്കപ്പെട്ടു. അതാണ് അവരുടെ കൂടിവരവിൻ്റെ പ്രത്യേകത. God embraces human brokenness and fills it with joy and dignity. മനുഷ്യൻ്റെ മുറിപ്പാടുകളെ, മനുഷ്യൻ്റെ നിന്ദകളെ, മനുഷ്യൻ്റെ വേദനകളെ കൂട്ടിയോജിപ്പിക്കുവാൻ, അതിന് സൗഖ്യം നൽകുവാൻ, അതിന് സമാധാനം നൽകുവാൻ, നമ്മളെ ഒന്ന് പുൽകാൻ ദൈവം ഇപ്പോഴും ആഗ്രഹിക്കുന്നു. Why God became a human? He became a human to speak to us, to understand us. നമ്മളെ മനസ്സിലാക്കാനാണ് ദൈവം ഹ്യൂമനായി. അല്ലെങ്കിൽ വല്ല സിംഹമോ ആനയോ കരടിയോ അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസങ്ങളിലൊക്കെ പറയുന്ന പോലെ തൂണ് പിളർന്നൊക്കെ വരുന്ന അവതാരങ്ങളോ ഒക്കെ ആയിട്ട് വന്നാൽ മതിയായിരുന്നു. ദൈവം എന്തിനാ ഒരു മനുഷ്യനായ? മനുഷ്യരെ മനസ്സിലാക്കാൻ, മനുഷ്യരെ മനസ്സിലാക്കാൻ, നമ്മളെ ഒന്നുകൂടെ ഒന്ന് പുൽകാൻ, എംബറൈസ് ചെയ്യാൻ ദൈവം എന്ത് ചെയ്തു? മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ അവതരിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ആ ഒരു ആഗ്രഹം മനസ്സിലാക്കാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രമിക്കണം. എന്നെ ഇന്നും ചേർത്ത് നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. ഓരോ ക്രിസ്മസിനും നമ്മൾ പറയുന്നതാണ് ഗോഡ് ഈസ് വിത്ത് അസ്. ദൈവം നമ്മോട് കൂടെ. ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ആർ യു വിത്ത് ഗോഡ്? ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ നമ്മൾ പാടുന്നുണ്ട്, ഇമ്മാനുവേൽ ഇമ്മാനുവേൽ എന്ന് പാടുന്നുണ്ട്. ചോദ്യം ഇതാണ്, ദൈവം നമ്മോട് കൂടെ, പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടോ? ഒരു ചോദ്യമാണ്. ഇവിടെ ഈ മേരിയും എലിസബത്തും ഈ കണ്ടുമുട്ടലിലൂടെ അവർ ദൈവത്താൽ പുൽകപ്പെട്ടവരായി, ദൈവത്താൽ ആലിംഗന ചെയ്യപ്പെട്ടവരായി, ദൈവത്താൽ അവർ നയിക്കപ്പെട്ടവരാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായി. അതുമാത്രമല്ല, അവർ തമ്മിൽ
ഒരു ഊഷ്മളമായ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരനുഭവമായി അവരുടെ കൂടിക്കാഴ്ച മാറി. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ശ്രമിച്ചത് അവർ തമ്മിലുള്ള സന്ദർശനമാണ്. വിസിറ്റേഷൻ ഓഫ് എലിസബത്ത് ആൻഡ് മേരി. സോ ഇറ്റ് ഹൈലൈറ്റ്സ് 5 important peculiarities of their visitations. They are empowering visitation, encouraging visitation, elevating visitation, enlightening visitation and embracing visitation. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിലും മറ്റുള്ളവരെ കേൾക്കാനും മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യത്തോടെ ജീവിപ്പാനും അതിൽ കൂടെ ദൈവത്തിൻ്റെ ഹിതത്തെയും ദൈവത്തിൻ്റെ താല്പര്യത്തെയും അറിയുവാനും ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. താങ്ക് യു. നൗ ഐ റിക്വസ്റ്റ് മിസ്റ്റർ ജോർജ് എബ്രഹാം ടു ലീഡ് us in prayer. കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ,